ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? നമുക്കിന്ന് മട്ടൻ കറി പോലെ ഒരു കടലക്കറി ഉണ്ടാക്കാം. നമ്മുടെ വെള്ളക്കടല ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മട്ടക്കറി പോലെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതാകുമ്പോൾ നൂൽപുട്ടിൽക്കായാലും വെള്ളപ്പത്തിൽക്കായാലും എല്ലാ കറിയുടെ കൂടെ ഒരുപോലെ പോവുകയും ചെയ്യും. ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കണം. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ തന്നെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അത്രയ്ക്കും ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആ ഹൈപ്പില്ലേ അതും കൂടി ഒന്ന് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മൾ വെള്ളപ്പത്തിലേക്കാണ് ഈ കടലക്കറി ഉണ്ടാക്കിയേക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇന്നും പറയുന്ന പോലെ കുറച്ച് സാധനങ്ങൾ മതി, കുറേ ഒന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തലേ ദിവസം അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാൻ തലേ ദിവസം 1 കപ്പ് കടലയാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുന്നത്. 2-3 ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത്രക്കൊന്നും ആവശ്യമില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണമാണ് കുറച്ചധികം കടല തന്നെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ തലേ ദിവസം കെടുക്കാൻ പോണ സമയത്താണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ കടലയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ വെള്ളപ്പത്തിനുള്ളതും തലേ ദിവസം തന്നെയാണ് വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് രാവിലെയാണ് കേട്ടോ ഇപ്പോൾ അരച്ചെടുക്കുന്നത്. രാവിലെ ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടാവും. ആ ഒരു ടൈമിലാണ് ഇത് അരച്ച് വെക്കുന്നത്. പിന്നെ ഞാനൊരു 8-9 മണിയുടെ ഉള്ളിലാണ് ചായയുടെ കടി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേനും ഇത് നന്നായിട്ട് വരും കേട്ടോ. വെള്ളപ്പത്തിന് ഞാൻ കൂടുതലും രാവിലെ തന്നെയാണ് അരച്ചെടുക്കാറുള്ളത്. തലേദിവസം എല്ലാം കൂടിയിട്ട് വെള്ളത്തിലിട്ടേക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്ക് കടലക്കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കടല ഒന്ന് നന്നായി കഴുകിയിട്ട് കൊണ്ടുവരാൻ തലേദിവസം കഴുകിയിട്ടല്ല വെള്ളത്തിലിട്ടത്. ശരിക്കും പറയുന്നത് നമ്മൾ തലേദിവസം കഴുകിയിട്ട് വെള്ളത്തിലിടണം. അത് ഞാൻ മറന്നു പോയതാണ്. എടുക്കാൻ പോണ സമയത്താണ് ഇതിൻ്റെയൊക്കെ ഓർമ്മ വന്നത്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ കൊടുന്നിടുകയും ചെയ്തു, വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ എപ്പോഴായാലും നമ്മൾ കടലകളൊക്കെ ആണെങ്കിൽ തലേദിവസം കഴുകിയിട്ട് ആ വെള്ളത്തിലിട്ടിട്ട് അതിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഗുണങ്ങൾ കൂടും എന്നല്ലേ പറയുക. അപ്പോൾ അതാ കടല കഴുകി എനിക്കത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഇതാ ഉപ്പിട്ട് കൊടുത്തു. വേറെ ഒന്നും ഇടണില്ല കേട്ടോ. അപ്പോൾ ഉപ്പിട്ടിട്ട് നമ്മളത് വേവിക്കാൻ വെക്കുകയാണ്. ഒരു 2 വിസിൽ വന്നാൽ മതി. പിന്നെ നമ്മളൊന്ന് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതി. കടല നന്നായി വെന്ത് വരും. പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയതിൻ്റെ ശേഷം തുറന്നാൽ മതി കേട്ടോ. ഇനി ഇതിൽ നിന്ന് കുറച്ച് നമുക്കൊന്ന് മാറ്റി വെക്കണം. നമുക്കൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്ര ഒന്നും ഇറക്കാൻ എടുക്കണില്ല കേട്ടോ. ഇതിൽ നിന്ന് കുറച്ച് മാത്രം മതി ഇറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപ്പിട്ട കടലോടെ മക്കൾക്കൊക്കെ ഇഷ്ടമുള്ള കാരണം അങ്ങനെയാണ് മാറ്റി വെച്ചത്. അതിൽ കുറച്ച് മല്ലിയിലയും കുറച്ച് സബോളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവനക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഒരു വലിയൊരു സബോളയാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് നാളികേരപ്പാൽ. അപ്പോൾ അതും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി എപ്പോഴായാലും നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. ആ കറിയിൽ അങ്ങനെ എടുക്കുന്നത് കാണാനും കഴിക്കാനും. അപ്പോഴാണ് നമ്മൾ കുരുമുളക് പൊടി ഇട്ടതിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതാ നമ്മൾ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ എരിവിന് പച്ചമുളകും കുരുമുളക് പൊടിയാണ് എടുക്കുന്നത്. അപ്പോൾ കടലൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാനിത് കട്ടിയിലാണ് അരച്ചെടുത്തേക്കുന്നത്. കുറച്ച് വെള്ളമൊക്കെ വെച്ച് നമുക്ക് ലൂസാക്കിയിട്ട് വേണമെങ്കിലും അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വേഗം അറിയാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കാതാണ് അരച്ചെടുത്തത്. ഇനി ഇതൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഇതാ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് സബോള ഇട്ട് കൊടുക്കുക. ചെറിയ സബോള ആണെങ്കിൽ 2 എടുക്കണം, വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. ഇനി അതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണമല്ലോ, എന്നാലല്ലേ പെട്ടെന്ന് വാടി വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ട് വാടി വരുമൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു സമയം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങളും മതിയല്ലോ. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അത് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കറിയിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിന് എത്ര ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് നടു കീറി ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഇതാ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഈ കുരുമുളക് പൊടിയുടെ എരിവ് അങ്ങോട്ട് നന്നായിട്ട് വരണം. പിന്നെ ഇതാ ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയാണ് നമ്മൾ പൊടികളായിട്ട് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഇതാ മല്ലിപ്പൊടിയൊക്കെ വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. കുറേയൊന്നും വേണ്ട, കുറച്ച് നമുക്ക് ആ ഒരു മസാലയ്ക്ക് വേണ്ട മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നന്നായിട്ടൊരു പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കണം. ഇനി ഇതാ ഇതിലേക്ക് ആ കടലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ട് കേട്ടോ, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഇളക്കിയതിൻ്റെ ശേഷം ഒഴിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് അരച്ച് വെച്ചാൽ കടലയുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ കാരണം കടല അരച്ചത് മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ടൊരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു കൂട്ടാനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഞാൻ അരച്ചത് മുഴുവനും ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം.
ഇനി ഇത് ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇനി അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച്, നമുക്ക് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അതാ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായി ഇളക്കിയതിൻ്റെ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം, ഒന്ന് തിളച്ച് വരട്ടെ. ഇനി ഇത് നന്നായി തിളച്ചാലാണ് അതിൻ്റെ ഒരു മസാല കുത്തൊക്കെ ഒന്ന് പോയി വരുള്ളൂ. അപ്പോൾ നമ്മൾ തിളച്ച് വെച്ചിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മളിത് അതിൻ്റെ പേസ്റ്റൊക്കെ ഇട്ട കാരണം ചിലപ്പോൾ അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അത് കുറുകി വരുന്നുണ്ട്. ആ കടല അരച്ച് ചേർത്ത കാരണമാണ് കേട്ടോ. നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ അരച്ച് ചേർക്കൂല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കടല അരച്ച് ചേർത്താലും. ഇനി ഇതായി നാളികേരപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. നല്ല കട്ടിയിലെടുക്കണം കേട്ടോ നാളികേരപ്പാൽ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇനി നമുക്കൊന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അധികം മസാലകളൊന്നും ഇല്ലല്ലോ നമ്മുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളക്കടലൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് എന്തായാലും വെള്ളത്തിലിട്ട് വെച്ചിട്ട് നാളെ തന്നെ ഉണ്ടാക്കി കൊടുത്തോളൂ. മക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഇതെന്തായാലും നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കണം. ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന അത്രയ്ക്ക് ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറയണേ. അപ്പം ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഉള്ളി കാച്ചി ഒഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുള്ളിയാണ് അരിഞ്ഞെടുത്തേക്കണത്. അത് ഇതാ വെളിച്ചെണ്ണയിലാണ്. ഇപ്പം ഈ ഒരു കറിയിലേക്ക് ഇത് താളിച്ച് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ നമുക്ക് വീഡിയോക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഉള്ളിയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ആ കഴിക്കണ സമയത്ത് അണ്ടിപ്പരിപ്പും പിന്നെ ഉള്ളിയുടെയും ഒക്കെ ഒരു ടേസ്റ്റ് അതിലേക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാച്ചി ഒഴിച്ചാൽ മതി. നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഇപ്പോഴും വെളിച്ചെണ്ണയിലാണ് കാച്ചി ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കണവരാണെങ്കിൽ അത് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതാ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതാ വെള്ളപ്പാണ് ഉണ്ടാക്കിയെടുക്കണത്. വെള്ളയപ്പത്തിന് ഞാൻ തലേദിവസമൊന്നും അരച്ച് വെക്കാറില്ല, പിറ്റുന്ന രാവിലെ തന്നെയാണ് അരച്ചെടുക്കാറ്. എന്നിട്ടും കണ്ടില്ല നമുക്ക് നല്ല അരികു മുരിഞ്ഞ് നടുക്ക് ഇങ്ങനെ വീർത്തിട്ടുള്ള നല്ല വെള്ളയപ്പമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ തലേദിവസം നമ്മൾ അരക്കാൻ പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. രാത്രിക്ക് എടുക്കുന്ന സമയത്ത് എല്ലാം കൂടി അങ്ങോട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേന്ന് അരച്ചെടുത്താലും മതി. അപ്പോൾ ഈ ഒരു വെള്ളയപ്പമാണെങ്കിൽ നമുക്ക് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച കാരണം അതിൻ്റെ ചെറിയൊരു പുളിപ്പ് വേണോ അതുണ്ടാവും, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു വെള്ളപ്പം ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ എൻ്റെ വെള്ളപ്പം കഴിച്ചവരൊക്കെ ഇത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ള വെള്ളപ്പം കൂടി ഉണ്ടാക്കിയെടുക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും മട്ടൻ കറിയുടെ ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് മട്ടൻ കറി ഇല്ലല്ലോ. അതെനിക്കറിയില്ല, മട്ടൻ ഞാൻ കഴിക്കാറില്ല. പക്ഷേ ഈ ഒരു കറി എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. നമുക്ക് വിരുന്നുകാരൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മൾ വെജ് കറിയൊക്കെ എന്തായാലും ഉണ്ടാക്കുമല്ലോ. നോൺ വെജിൻ്റെ കൂടെ എന്തായാലും ഒരു വെജ് കറി ഉണ്ടാക്കും. അപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല മണും എല്ലാം ഉണ്ട് കേട്ടോ. നല്ലൊരു കറിയാണ്. ഞാൻ ഇത്രയും പറയും നിങ്ങൾ എന്തായാലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് എന്തായാലും എൻ്റെ അടുത്തൊന്നും പറയണേ. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറും തോറും അതൊന്ന് കുറുകി വരും കേട്ടോ. ഇതൊന്നും കൂടി കുറുകി വരും. അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട്. നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. അല്ലെങ്കിൽ ആ ഒരു ചട്ടി മാത്രം കഴുകാനാക്കുള്ളൂ, എല്ലാം കൂടി കഴുകാനാക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ച് തരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്കൊന്ന് മാറ്റി കാണിച്ച് തന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കറി, ഇതാണ് വെള്ളപ്പം. നല്ല വെള്ളയപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അരികൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ട. അതിൻ്റെ വെള്ളപ്പച്ചട്ടി പഴയതാണ്. അപ്പോൾ അതിൻ്റെ സൈഡൊന്ന് ചെറുതായിട്ടൊന്ന് പിടിച്ച് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനി നല്ല മുരിഞ്ഞ അരിക്കുള്ള വെള്ളപ്പം അങ്ങോട്ട് പൊട്ടിച്ച് ആ കറിയിൽ അങ്ങോട്ട് മുക്കി കണ്ടില്ലേ, ഇതുപോലെ അങ്ങോട്ട് ആക്കിയിട്ട് കഴിക്കണം. ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. വെള്ളപ്പത്തിൻ്റെയും പിന്നെ ഈ ഒരു കറിയുടെയും ഒക്കെ കൂടിയാകുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമാണ്. അപ്പം ഇനി പറഞ്ഞ് ഞാൻ നിങ്ങളതിനെ കൊതിപ്പിക്കണില്ല. കടലുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് ഇട്ടിട്ട് നാളെ തന്നെ ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.